ഹേ ഗൈസ് വെൽക്കം ബാക്ക്. നിങ്ങൾ റോബ്ലോക്സ് കളിക്കുന്നൊരു വ്യക്തിയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു കിടിലൻ ഗെയിമാണ് ഇത്. ഈ ഒരു സെർവർ എന്ന് പറഞ്ഞാൽ ആർ യു മലയാളി എന്നാണ് ഈ ഒരു സെർവറിൻ്റെ പേര് വരുന്നത്. ഈ ഒരു സെർവറിൽ നിങ്ങൾക്ക് ഇവിടെയുള്ള ഓരോരുത്തരായിട്ട് ക്ലിയർ ആയിട്ട് മലയാളത്തിൽ സംസാരിക്കാം. കാരണം ഇവിടെയുള്ള എല്ലാവരും മലയാളീസാണ്. നമ്മുടെ മലയാളികൾക്ക് വേണ്ടി മാത്രമായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കിടിലൻ ഗെയിമാണ് ഇതിൽ. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ട് പോകുന്നു വേണം. നമുക്ക് ഇതിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് നടക്കുമ്പോൾ തന്നെ നമുക്ക് ചെറുതായിട്ട് നമ്മുടെ പൈസ ഇൻക്രീസ് ആയി കയറിക്കൊണ്ടിരിക്കും. പോരാത്തതിന് ഇതുപോലെ വന്ന് ഫിഷ് ചെയ്ത് ആ ഫിഷിനെ കൊണ്ട് അവിടെ ഷോപ്പിൽ അവിടെ എവിടെയും കൊണ്ട് കൊടുക്കുമ്പോൾ അതിൽ നിന്നും നമുക്ക് പൈസ കിട്ടും. അതുപോലെ തന്നെ ഇതിലുള്ള മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇതിലുള്ള അഡ്മിൻസ് അല്ലെങ്കിൽ ക്രിയേറ്റേഴ്സ് അവർ നമുക്ക് ചാലഞ്ചസ് തരും. ഓരോ ചാലഞ്ച് അവർ നമ്മളെ വിളിക്കും. അതായത് നിങ്ങളുടെ ലക്കിനനുസരിച്ചിരിക്കും. നിങ്ങളെ ഒരാളെ സെലക്ട് ചെയ്ത് അവരെ വിളിച്ച് അവർക്ക് ഓരോ ചാലഞ്ച് കൊടുക്കും. ആ ചാലഞ്ചിൽ ഫസ്റ്റ് കിട്ടുന്നവർക്ക് ഒരുപക്ഷെ ഇതിലുള്ള പൈസയാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ റോബക്സ് വരെ കിട്ടും. അങ്ങനൊരു കിടിലൻ ഗെയിമാണ്. ഞാനിപ്പോൾ ഇത് കളിക്കാൻ തുടങ്ങിയിട്ട് 2 ദിവസമായി. ഇതിലുള്ള ഓരോ ദിവസത്തെ എക്സ്പീരിയൻസ് വെറൈറ്റിയാണ്. അതുപോലെ തന്നെ വേറെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇവിടെയുള്ള നമ്മുടെ കേരളത്തിലുള്ള ഓരോരോ ആഘോഷങ്ങൾ ഇപ്പോൾ ഓണം, ക്രിസ്മസ് അങ്ങനെയുള്ള ഓരോ പരിപാടികൾക്കും ഇവർ അതിൻ്റേതായ രീതിയിൽ ഇവിടെ ഓരോ സംഭവങ്ങളൊക്കെ റെഡിയാക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൽ വേറുള്ളൊരു കാര്യമാണിത്. ഇതന്നെ DJ പാർട്ടി അടക്കം ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അധികം ആൾക്കാരെ കാണുന്നില്ല, കാരണം ഞാൻ ഇപ്പോൾ രാത്രിയാണ് വന്ന് കയറിയിട്ടുള്ളത്. ഇതിൽ ഇപ്പോൾ അധികം ആൾക്കാരുണ്ട്, ഇല്ല എന്നല്ല. ഇതിൻ്റെ ഉള്ളിൽ ആൾക്കാർ കുറവാണ്, പുറത്ത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. മെയിൻലി രാവിലെയാണ് കുറച്ചുകൂടി എല്ലാവരും ആക്റ്റീവ്. രാത്രിയാകുമ്പോൾ എല്ലാവരും ഓൾറെഡി ഗ്രൂപ്പായിട്ട് വരുന്നവരൊക്കെയാണ് കൂടുതലും ഞാൻ കണ്ടത്. എന്നാലും നമുക്ക് അത്യാവശ്യം സംസാരിക്കാനും ഒരുമിച്ച് കളിക്കാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇതിൽ. ഇത് മെയിൻ എന്ന് പറഞ്ഞാൽ ഈ മാപ്പിൽ ഓരോ സ്ഥലങ്ങളിൽ പോയാലും വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുക. ഇപ്പോൾ വാട്ടർഫോളിനുണ്ടെങ്കിൽ വാട്ടർഫോൾ, DJ പാർട്ടി ഉണ്ടെങ്കിൽ DJ പാർട്ടി, അതുപോലെ തന്നെ ഗ്രൂപ്പായിട്ടിരുന്ന് ഗെയിം കളിക്കാൻ പറ്റിയ ഓരോ സ്ഥലങ്ങൾ, അങ്ങനെയുള്ള വെറൈറ്റി ആയിട്ട് പല കാര്യങ്ങളും ഇവർ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലുള്ള മെയിൻ വെറൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയുള്ള ഓരോരുത്തരോടും മലയാളത്തിൽ തന്നെ സംസാരിക്കുക എന്നുള്ളതാണ്. അതായത് ചിലപ്പോൾ പുറത്തുനിന്ന് ആരെങ്കിലും വരുമായിരിക്കും, പക്ഷെ എന്നാലും അവർ അധികം നേരമൊന്നും ഇതിൽ നിൽക്കാണ്ട് അവർ പോകും. കാരണം ഇതിൽ മിക്ക ആൾക്കാരും ഞാൻ കണ്ടതിൽ വെച്ച് കൂടി 1-2 പേരെ അങ്ങോട്ട് ഞാൻ കണ്ടുള്ളൂ. ബാക്കി എല്ലാവരും മലയാളീസാണ്. എല്ലാവരും നല്ല ആക്റ്റീവാണ്, നന്നായി നമ്മളായിട്ട് മിങ്കിൾ ചെയ്യുന്ന ആൾക്കാരാണ് ഇതിലുള്ള മിക്ക ആൾക്കാരും. അപ്പം ഞാൻ തന്നെ ഒരു ദിവസം കയറിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഗെയിം ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോസ് കാണുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരാരെങ്കിലും ഈ റോബ്ലോക്സ് കളിക്കുന്നുണ്ടോ, അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കൊക്കെ നന്നായി കളിക്കാൻ പറ്റിയൊരു കിടിലൻ സെർവറാണെന്ന് പറഞ്ഞിട്ട് അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അഡ്മിൻസ് അല്ലെങ്കിൽ ക്രിയേറ്റർ അവരൊക്കെ വന്ന് നമ്മളെ വിളിക്കുമ്പോൾ നമുക്ക് നമ്മുടെ യൂസർ നെയിം പറഞ്ഞു കൊടുക്കുക. അത് കഴിഞ്ഞാൽ അവർ നമ്മളെ വിളിക്കും. നിങ്ങൾക്ക് ചാലഞ്ചിന് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച് വിളിക്കും. അപ്പോൾ നമ്മൾ താല്പര്യമുണ്ടെന്ന് ചെന്ന് കഴിഞ്ഞാൽ ഒന്നുകിൽ റോബക്സ് ആവാം, അല്ലെങ്കിൽ ഇതിൽ തന്നെ മണിയാവാം. പക്ഷേ പിന്നൊരു ചാലഞ്ചിൽ നമുക്ക് ചിലപ്പോൾ പിന്നെയും അടുത്ത് കിട്ടുമായിരിക്കും. അങ്ങനെ റാൻഡമായിട്ട് കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്ത് അവരെ കൊണ്ട് ഗെയിം കളിപ്പിച്ച് അതിൽ ജയിക്കുന്നവർക്ക് ഇവർ സംഗതി ഞാനിത് പറയാൻ കാരണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് റോബക്സ് കിട്ടിയതാണ് ഇവരുടെ നിന്ന്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ്. എന്നെ ജസ്റ്റ് വന്നിട്ട് ഗെയിം ചാലഞ്ച് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് ഇവിടെ തന്ന ചാലഞ്ച് പറഞ്ഞാൽ ജസ്റ്റ് ഉണോ കളിക്കുക, ജയിക്കുക, അതായിരുന്നു എനിക്ക് കിട്ടിയ ചാലഞ്ച്. അതുപോലെ നിങ്ങൾക്ക് ചിലപ്പോൾ ആ ചാലഞ്ച് തന്നെ കിട്ടണമെന്നില്ല, ചിലപ്പോൾ വേറെ ചാലഞ്ച് ആയിരിക്കാം കിട്ടുക. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ഗെയിം ഒന്ന് കയറി കളിച്ച് നോക്കുക. അപ്പോൾ കുറച്ച് നേരം കളിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിലുള്ള കളിക്കുമ്പോൾ നമ്മുടെ സ്വന്തം ഭാഷയിൽ സംസാരിച്ച് അതായത് ഒരു സെർവറിലുള്ള മുഴുവൻ ആൾക്കാർ നമുക്ക് അറിയാവുന്ന ഭാഷ നമ്മുടെ സ്വന്തം ഭാഷയിൽ സംസാരിച്ച് കളിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരെയും വിളിക്കുക, നിങ്ങൾ ഒരുമിച്ച് കളിക്കുക. ഇപ്പോൾ ഓണായതുകൊണ്ട് പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ഓരോരുത്തരും അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ടാവും. നമ്മൾ ജസ്റ്റ് സംസാരിക്കുക. അങ്ങനെ എന്താ പറയുക, നമുക്ക് നല്ല ഓപ്പണായിട്ട് കളിക്കാൻ പറ്റിയൊരു നല്ലൊരു കിടിലൻ ഗെയിമാണ്. ഒരു ഓപ്പൺ വേൾഡ്. അതായത് ഇന്ന് ചോദിക്കും, ഞാൻ വിചാരിച്ചു ഇവിടെ ഇപ്പോൾ കാണുന്ന ബാക്കിയുള്ള ഇതുപോലുള്ള സെർവറുകൾ പോലെ കുറച്ച് ഭാഗം ഇങ്ങനെ ബാക്കിയെല്ലാം പ്ലെയിൻ ആയി കിടക്കുന്നതാണ് വിചാരിച്ചത്. പക്ഷെ ഞാൻ പോയി നോക്കിയപ്പോൾ ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഭാഗത്താണ് ഇങ്ങനെ ഈ ഗെയിംസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളെങ്കിലും അപ്പുറത്തേക്ക് പോകുമ്പോൾ ഫോറസ്റ്റ്, വാട്ടർഫോൾ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അതുപോലെ ലേക്ക്, അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ബ്രിഡ്ജസ്, അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഇഷ്ടംപോലെ പരിപാടികൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്.
അപ്പോൾ നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിനി അതിൻ്റെ കുറച്ച് ക്ലിപ്സ് ഞാൻ ഇട്ടുതരാം. തന്നെ നിങ്ങൾക്ക് ഒരുവിധം കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും RU മലയാളി എന്ന് പറഞ്ഞ ഈ ഗെയിം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും കുറച്ചുകൂടി അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ എക്സ്പീരിയൻസ് എന്താണെന്ന് കളിച്ച് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ പറ്റുന്ന കൂട്ടുകാർ ഈ വീഡിയോ ഇട്ടിരിക്കുന്ന ഈ ചാനലൊന്ന് സബ് ചെയ്യുക. ഗൈസ്, നമുക്കപ്പോൾ ഒരു 32 സബ് ഇതുവരെ ആയിട്ടുള്ളൂ. ഒരു 50 സബ്ബൊക്കെ ആവണമെങ്കിൽ നമുക്ക് ലൈവായിട്ട് വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങാം. 50 സബ്ബെങ്കിലും ആയാലാണ് നമുക്ക് ലൈവൊക്കെ ഇട്ട് തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഒരു 50 സബ്ബെങ്കിലും എത്തിച്ചേരുക. 50 എന്നല്ല, നിങ്ങളെക്കൊണ്ട് പറ്റാവുന്ന പോലെ സബ്ബ് എനിക്ക് എത്തിച്ചേരുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർക്ക് എല്ലാ കൂട്ടുകാരും ഒരു ബൈ.